മെഹ്റാജ് ടെക്സ്റ്റൈൽസ് പ്രസന്റഡ് ബൈ വോയിസ് ഓഫ് യൂത്ത്. നിയമം മാറ്റാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഏത് നിയമം മാറ്റിക്കുറിക്കും? യൂത്തിന്റെ ഒപ്പീനിയൻ എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. നിയമത്തെ എടുത്തു മാറ്റാൻ പറഞ്ഞാൽ ഏത് നിയമത്തെ ആയിരിക്കും എടുക്കുക? പല നിയമങ്ങളും മാറ്റാൻ പറയും. ഏതൊക്കെ പറയാം? കാരണം ഇപ്പോൾ ഉള്ള അനാവശ്യ നിയമങ്ങളാണ്. എന്നാൽ മെയിൻ ആയിട്ട് ഏതാണ് അനാവശ്യമായിട്ട് പിന്നെ തോന്നുന്നത്? ഇപ്പൊ മോട്ടോർ വെഹിക്കിളിന്റെ പെറ്റി മോഡിഫിക്കേഷൻ MVD അനാവശ്യമായിട്ടുള്ള നിയമമാണ്. നിയമമാണ്. അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ? അനുഭവം ഉണ്ട്. സുഹൃത്തുക്കൾക്ക് ഒത്തിരി വണ്ടികളുണ്ട്, പുറത്തിറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ നിയമം മാറ്റണം എന്നാണോ? അതെ, ഇയാൾ മാറ്റും അങ്ങനത്തെ അവസരം കിട്ടിയാൽ? അവസരം കിട്ടിയാൽ ഞാൻ മാറ്റും. അത് വല്ലാത്തൊരു അല്ലേ, ഒരുപാട് പേരുടെ ദ്രോഹിക്കുക ചെയ്യുന്നത്. പുതുതായിട്ട് ഇതേപോലെ അവര് ഒരുപാട് വീണ്ടും നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. അപ്പൊ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവണം. വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സർക്കാരിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. കാരണം അത് വിൽക്കുന്നത്, വാങ്ങിച്ച് ഉപയോഗിക്കുന്നതും അല്ലെ, അതിൽ നിന്ന് പെറ്റി കിട്ടുന്നതും വളരെയധികം ഒരുപാട് പെറ്റി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എക്സാമ്പിൾ ആയിട്ട് എനിക്ക് 2 ദിവസത്തിന് മുന്നേ ഒരു പാവപ്പെട്ട ഒരു കർഷകൻ 2 വീലർ വയലിൽ നിന്ന് വന്നു, വണ്ടി എടുത്ത് ഇറങ്ങിയതും ചായ കുടിച്ചിരുന്ന ഒരു പോലീസുകാരെ ഫോട്ടോ എടുത്ത്. ഇതൊക്കെ എങ്ങനെ മനസാക്ഷിക്ക് എങ്ങനെ തോന്നുന്നതെന്നോ മനസ്സിലായില്ലേ? തീർച്ചയായും അത് പെറ്റിയായി അയാളുടെ അല്ലെ, 500 രൂപ പെറ്റിയായി. തീർച്ചയായും. അപ്പൊ അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ഒരു ദിവസം പുള്ളിക്ക് കിട്ടണത് 1000-300 രൂപയായിരിക്കും. തീർച്ചയായും. അത് ഇങ്ങനെ ഷർട്ട് പോലും ഇട്ടിട്ടില്ല, ഷർട്ട് പോലും ഇടാതെ ആ പോലീസുകാരന് എങ്ങനെ തോന്നിയെന്തോ അതെടുക്കേ. നിങ്ങൾ വീടിനടുത്താണോ? അതെ. അപ്പൊ ഈ മോഡിഫിക്കേഷൻ എന്ന നിയമം അല്ലെ, അതിൽ നിന്ന് മാറ്റം വരുത്തണം. അല്ല വേറെ ഒന്നിലും മാറ്റം വരെ ഒത്തിരി ഉണ്ട്. മെയിൻ എടുത്ത് പറയാനുള്ളത് മോഡിഫിക്കേഷൻ ആണ്. ഒരുപാട് സ്വപ്നങ്ങളാണല്ലേ ഒരു വാഹനം അതിനൊന്ന് മോഡിഫൈ ചെയ്ത് പുറത്തിറക്കുന്നത്. അത് ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് പേരുന്ന് അത് പേടിച്ച് വീട്ടിൽ തന്നെ അല്ലെ സ്വന്തം ഇഷ്ടത്തിനുള്ളതിനെ കൂട്ടിവെക്കുകയാണ്. വീടിന്റെ പുറത്ത് പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥ. അതെ. ഒരു കണ്ണാടി കൂട്ടിനകത്ത് അടച്ച് വാഹനം നമുക്ക് അതിനകത്ത് ഇട്ടിരിക്കും. അതെ, ഒരു ഡെമോയ്ക്ക് വെച്ചിരിക്കുന്ന പോലെയാണ്. എനിക്ക് ഓപ്പൺ ജിപ്പ് ഉണ്ട്. ഞാൻ വെറുതെ അങ്ങനെ വീട്ടിൽ തന്നെ ഇട്ടിരിക്കുക, പുറത്തു പോലും ഇറക്കാതെ അങ്ങനെ ഇട്ടിരിക്കുക. 12 വർഷമായിട്ടുണ്ട്. ആ നിയമം മാറ്റം വരത്തില്ല എന്നോ? മാറ്റം വരത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന് ലാഭം കിട്ടുന്ന പരിപാടി അതാണ്. നിയമങ്ങളെല്ലാം മനുഷ്യന് ആവശ്യമുള്ളതാണ്. നിയമം ഒന്നും വേണ്ടാത്തതല്ല. നിയമങ്ങളെല്ലാം നമ്മുടെ എല്ലാവരും അനുസരിക്കുന്നതല്ല, പരസ്പരം ബഹുമാനിക്കുന്നതിന് വേണ്ടിയാണ് നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാ നിയമങ്ങളും അത്യാവശ്യമാണ്. ഇനിയും നിയമങ്ങൾ ആവശ്യമുണ്ട്. അപ്പൊ പുതിയ നിയമങ്ങൾ ഏതായിരിക്കും ഇനി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇനി വരാൻ നല്ലതെന്ന് തോന്നിയിട്ടുള്ളത് ഏത് നിയമമായിരിക്കും? നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്നെങ്കിലും വ്യക്തിപരമായ സ്വാതന്ത്ര്യം എല്ലാവരും ആസ്വദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം വ്യക്തിപരമായ സ്വാതന്ത്ര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു നിയമം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ മറ്റുള്ള വിദേശ രാജ്യങ്ങൾ എല്ലാവരും ചൂസ് ചെയ്യുന്നു? വ്യക്തിപരമായ അവരുടെ സ്വാതന്ത്ര്യം കൂടുതലാണ്. മനസ്സിലായില്ലേ? ആ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഇവിടെ ആവശ്യമാണ്. അത് ഇപ്പൊ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. കിട്ടുന്നില്ല എന്നല്ല, വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. പക്ഷെ ഈ എല്ലാവർക്കും നിയമം നടപ്പിലാക്കേണ്ട ലാ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നവർ ഓവറായിട്ട് ചെയ്യേണ്ട നിയമങ്ങൾ ചെയ്യാതെ മറ്റുള്ള നിയമങ്ങൾ കൂടുതൽ എന്താണോ ചെയ്യേണ്ടത് ചെയ്യാതെ കാര്യങ്ങൾ കൂടുതൽ സ്ട്രിക്റ്റ് കാണിക്കും. അങ്ങനെയാണ് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത്. തീർച്ചയായും അതിന്റെ ഒരു മാറ്റം ഉണ്ടാകണം. 18 വയസ്സിൽ കല്യാണം, 21 വയസ്സ് സ്ത്രീകൾക്ക്, 21 വയസ്സ് നമുക്കും, 18 വയസ്സ് സ്ത്രീകൾക്ക്. അത് മാറ്റണം. നമുക്ക് 18 വയസ്സാകണം. പയ്യന്മാർക്ക് 18 വയസ്സാകണം. അപ്പൊ സ്ത്രീകൾക്കും 18 വയസ്സ് പയ്യന്മാർക്കും എല്ലാത്തിലും ഒരു ഇക്വാളിറ്റി വേണം. എന്നാൽ കുറച്ച് മെച്യൂർ ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് 21, ആ നിയമം വീണ്ടും വരണം. അപ്പൊ നമുക്ക് സേഫ് ആയിട്ടിരിക്കാമല്ലോ ലവേഴ്സിനൊക്കെ. അപ്പൊ ശരി, 21 വയസ്സ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്ക് എത്ര വയസ്സെന്നാണ് പറയുന്നത്? ഇനി ആൺകുട്ടികൾ 21, പെൺകുട്ടികൾ 21 ഒരേപോലെ. ചെയ്തിട്ട് വന്നിട്ടില്ല, വരണം ആ നിയമം. അപ്പൊ ഈ 18 വയസ്സുള്ള ഈ ഒരു മെച്യൂർ ഏജ്, അല്ലെങ്കിൽ 18 വയസ്സെന്ന് പറയുന്ന ഈ ഒരു നിയമമാണോ മാറ്റാൻ ഇയാൾ ആവശ്യപ്പെടുക? അതെ, ആ നിയമം വേണ്ട. സ്ത്രീകൾക്കും 21 ആകണം. രണ്ടുപേർക്കും ഈക്വൽ ആയിരിക്കണം. പെണ്ണിനാണ് ഒരു നിയമമായിരിക്കും. ഒരേ നിയമമായിരിക്കും. കാലത്ത് പെണ്ണിന് ഒരു നിയമം, ആണെങ്കിൽ ഒരു നിയമം. അത് പാടില്ല. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മാറ്റുന്ന നിയമം അതാണോ? ഈക്വൽ ആയിരിക്കണം എന്നാണ്, തുല്യത അല്ല. പെണ്ണുങ്ങൾക്ക് നല്ല ഉയർന്ന മുൻഗണനയും ആണുങ്ങൾക്ക്. ഇപ്പൊ അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെയാണ് പറയുന്നത്. പെണ്ണ് വരച്ച് ആണിനെതിരെ കേസ് എടുക്കണം, ആണ് വരച്ച് പെണ്ണിനെതിരെ കേസ് എടുക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമാണ്. വേറെ എന്താണുള്ളത്? ഒരാണ് വരച്ച് ആ ഒരു നിയമം മാറ്റണോ?
അപ്പോ ഇപ്പൊ സ്ത്രീകൾക്ക് പ്രത്യേകതരം നിയമമുണ്ട് എന്നാണോ? ഉണ്ട്. അതുകൊണ്ടല്ലേ ഒരു ആൺ മരിച്ചെന്ന് പറഞ്ഞ് കേസ് എടുക്കാതെയും പെണ്ണ് മരിച്ചെന്ന് പറഞ്ഞ് കേസ് എടുക്കുകയും ചെയ്യും. നാട്ടുകാര് അതിന്റെ കയറുമ്പോ പെണ്ണുങ്ങൾക്ക് പ്രത്യേക കമ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. ആണുങ്ങൾക്കാണെങ്കിൽ അങ്ങനെ പ്രത്യേക അതൊന്നും ഇല്ല. അത് സ്ത്രീയും ഇത് പുരുഷനും പ്രത്യേകം കാണണമല്ലോ, അങ്ങനെ ഇതൊക്കെ ഉണ്ടോ? ഒരേപോഴാണെങ്കിൽ അങ്ങനെ വരില്ലായിരുന്നല്ലോ. അതാണ്. അപ്പൊ ആ ഒരു നിയമം മാറ്റണമെന്നാണ്. അത് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ട്രെയിനിൽ മാത്രമാണോ? ട്രെയിനിൽ ബസ് നോക്കിയാലും സ്ത്രീകൾക്കാണ് മുൻഗണന കൂടുതൽ. കാരണം സ്ത്രീകൾ ഇന്ന് പലതരത്തിലും സുരക്ഷിതരല്ല. അതുകൊണ്ടല്ലേ അപ്പൊ ആൺകുട്ടി ആൺകുട്ടി അങ്ങനല്ലല്ലോ. ആൺകുട്ടികളായാലും സുരക്ഷിതരല്ല അല്ലേ. പെണ്ണുങ്ങളെ നോക്കിയാ ആണുങ്ങൾക്ക് കുറ്റം, പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ നോക്കിയാ ഒരു കുറ്റമില്ല. അത് മാറ്റണ്ട്. ആ നിയമം മാറ്റണം. അതാണ് ആദ്യം മാറ്റിയത്. അതാണ് മാറ്റം. ഓക്കെ. വേറെ എന്തൊക്കെ മാറ്റം വരുത്തേണ്ടതായിട്ട് ഈ വിവാഹ പ്രായം അതൊക്കെ കുറച്ചുകൂടി കൂട്ടണം എന്നാണ് എന്റെ ആവശ്യം. എന്ന് പറഞ്ഞാല് 25 ലേഡീസിന്റെ 25 ബോയ്സിന് 21 എല്ലാം മാറ്റി. ഏത് നിയമങ്ങളാണ് മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത്? അത് കാറിന്റെ ബൈക്കിന്റെ ഒക്കെ മോഡിഫൈഡ് ചെയ്യണതിനെ കുറിച്ച് പറയൂ. അതിനെ പറ്റി പറഞ്ഞു. അതിനെ കുറിച്ച് പറയും. മോഡിഫൈഡ് ചെയ്യണം തെറ്റെന്നൊക്കെ പറയണത് മാറ്റാൻ പറയും. അവരുടെ ഇഷ്ടമല്ല ഒരു ബൈക്ക് വാങ്ങിച്ചാലും കാർ വാങ്ങിച്ചാൽ എങ്ങനെ മോഡിഫൈഡ് വന്നു? തീർച്ചയായും. കാരണം ഒരുപാട് ആംബിഷൻ വെച്ചായിരിക്കും ഒരു വാഹനം എടുക്കുന്നത്. അതിന് വെറുതെ വീട്ടിൽ വെച്ച് കൂട്ടുന്ന ഒരു അവസ്ഥയാണെന്ന് കാണുന്നത് എന്നാണോ ഇയാൾ പറയുന്നത്? അതെ. അപ്പൊ മോഡിഫിക്കേഷൻ അല്ലേ? അത് മാറ്റണം. ഓക്കെ. പലതരത്തിലുള്ള നിയമങ്ങളുണ്ടല്ലോ. ഇപ്പൊ 18 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ, ഒരുപാട് നിബന്ധനകളുണ്ടല്ലോ. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് എല്ലാവർക്കും അല്ലേ? മനുഷ്യാവകാശം, ഇങ്ങനെ ഒരു നിയമങ്ങളുണ്ട്. അപ്പോ എന്താ പറയാ, ഈ നിയമങ്ങളിൽ ഏത് നിയമത്തെയായിരിക്കും നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നത്? ഏതാണ്? 18 വയസ്സാകുമ്പോ ലൈസൻസ് എടുക്കണം. അത് വേണ്ടെന്നാണോ? പിന്നെ എത്ര വയസ്സാകുമ്പോ ലൈസൻസ് എടുക്കണമെന്നാണ്? 20. അപ്പൊ അതെന്താ 20 വയസ്സാകുമ്പോ എന്ന് പറഞ്ഞത്? മെച്യൂരിറ്റി ആവുമെന്നാണ്. 18 വയസ്സിൽ മെച്യൂർ ആകത്തില്ല എന്നാണ് അല്ലെ? ഇന്നത്തെ ഒരു ജനറേഷനിൽ കുറവാണ് അല്ലേ? അതുകൊണ്ടാണ്. ഇന്നത്തെ ആ ഒരു ഫുഡിങ് രീതിയൊക്കെ ആയതുകൊണ്ടാണോ? 20 വയസ്സാകുമ്പോൾ കുറച്ചുകൂടെ മെച്യൂരിറ്റി വരും. അതുകൊണ്ട് 20 വയസ്സിലോട്ട് ആക്കണമെന്നാണ് അല്ലെ? ഇപ്പൊ 18 വയസ്സിലോട്ടുള്ള ഈ ഒരു ലൈസൻസിന്റെ ഒരു മുൻഗണന മാറ്റിയിട്ട് 20 വയസ്സിലോട്ട് പോകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. ബസ് സ്റ്റാൻഡിൽ പെണ്ണുങ്ങൾ ചുറ്റിക്കിറങ്ങാൻ പാടില്ല. പെൺകുട്ടികൾ ആണുങ്ങൾ തന്നെ നിൽക്കണേ പോലീസുകാർ വന്ന് ഓട്ടിച്ചുവിടും. അത് ഇവിടുത്തെ നിയമമാണ്. അത് ഇവിടുത്തെ നിയമമാണ്. ഇവിടെ ഇപ്പൊ നിന്നാലും ബാക്കിയുള്ളവർ ഒന്ന് ഓട്ടിക്കും പോലീസ്. അന്നൊരു നമ്മൾ പെൺകുട്ടികളൊന്നും പറയത്തില്ല. ഇല്ല. പെൺകുട്ടിയുടെ പയ്യന്മാര് നിൽക്കുമ്പോ ഓടിക്കൊണ്ടോ എല്ലാം ഓടി അങ്ങ് പോകും. പക്ഷെ ഇതില് നിങ്ങൾ കറക്റ്റ് വീട്ടിൽ പോകാൻ വേണ്ടി ഞാൻ ഇതവിടെ ഫോൺ ശരിയാക്കിട്ട് ഇങ്ങനെ നിൽക്കണ്. അവർക്ക് അതൊന്നും അറിയണ്ടല്ലോ. അവർ വിജയിക്കും പെണ്ണുങ്ങളെ കാണാൻ പറഞ്ഞ ഓട്ടിക്കും. മുടിയിൽ കളർ അടിക്കാം, നമുക്ക് കളർ അടിക്കാൻ പാടില്ല. ലേഡീസിന് മുടിയിൽ കളർ അടിക്കാം. ആണുങ്ങൾ കളറടിച്ച കമ്മലിട്ടാ അതും കഞ്ചാ. പെണ്ണുങ്ങൾക്ക് പയ്യന്മാരുണ്ടെങ്കിൽ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അത് കഞ്ചാവും. ആൾക്കാർ എങ്ങനെയല്ലേ പറയണത്? കമ്മൽ കുത്തിയ കഞ്ചാവ്. ആ നിയമങ്ങൾ മാറ്റണമെന്നാണ്. ചിലവന്മാര് കമ്മലിടും. അതെന്തൊരു എന്തിനാണ്? ഓരോരുത്തരുടെ അവകാശമാണ് കാണിക്കുന്നത് അല്ലെ? അത് കണ്ട് പോലീസുകാർ തന്നെ ഓടുന്ന കഞ്ചാവ് അങ്ങനെയൊക്കെ പറഞ്ഞെടുത്തോണ്ട് ചെയ്യാത്ത തെറ്റ് അല്ലേ? തെറ്റ് നിങ്ങളെ ഇലയിലേക്ക് അടിച്ചേൽപ്പിക്കും. ആൾക്കാരെ പിടിച്ചോണ്ട് പോകണില്ലേ? എത്ര പേരെ പിടിച്ചോണ്ട് പോകുന്നത്? ശരിയായ കാര്യമല്ല. അപ്പൊ സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്ന സുരക്ഷ മാറ്റിയിട്ട് ഈക്വൽ ആക്കണമെന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഒരേ നിയമം എത്തണം. കൂടുതലായിട്ടും ഇങ്ങനെ വരാൻ കാരണം എന്താണ്? ഇപ്പൊ സ്ത്രീകൾക്ക് മാത്രം മുൻഗണന, അതിനുള്ള റീസൺ ഉണ്ടായത് കൊണ്ടല്ലേ? അറിയില്ല. ഇല്ല, കൂടുതൽ ഇപ്പൊ സ്ത്രീകൾ സുരക്ഷിതരാകാത്തത് കൊണ്ടാണല്ലോ അവർക്ക് മുൻഗണന കൊടുക്കുന്നത്. അവര് നേരെ നടന്നാലല്ലേ അവർക്ക് നടക്കണ്ടേ? കാണുമ്പോൾ പയ്യന്മാരോട് ചുറ്റിക്കറയും കൊണ്ടിരുന്ന എന്തൊരു സുരക്ഷയുണ്ട്. സമയം വീട്ടിൽ പോയ വല്ല കുഴപ്പമുണ്ട്. നേരത്തെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വീട്ടിൽ പോകും. അല്ല കറങ്ങിക്കൊണ്ടിരുന്നാൽ അത് തന്നെ അങ്ങനെ. അതുകൊണ്ടാണ് സ്ത്രീകൾ സുരക്ഷിതരല്ലാതെ പോകുന്നത് എന്നാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ സുരക്ഷിതരാവാതെ പോകുന്നത്. വീട്ടുകാർ ശ്രദ്ധിക്കണം. സമയത്തിന് സ്കൂളിൽ വീട്ടിൽ പോകണമെന്ന് നോക്കണം. അല്ലെ കറങ്ങിക്കൊണ്ടിരിക്കണേ അടി കൊടുക്കണം. അങ്ങനെയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യേണ്ട സാധനങ്ങൾ തന്നെ ഇവര് വാങ്ങിക്കാൻ വേണ്ടി അവര് തന്നെ GST എല്ലാം കൊടുത്തില്ല നമ്മൾ മേടിക്കുന്നത് അതിന്റെ. അപ്പോൾ അത് അങ്ങനെ അതും നിർത്തലാക്കുന്നില്ല. അതില് ലാഭം അവരെടുക്കുകയല്ലേ. ഫൈനും എന്നിട്ട് അത് വാങ്ങിച്ച് നമ്മൾ ഫിറ്റ് ചെയ്താലും പെറ്റിയും എല്ലാം നമ്മൾ തന്നെ അടയ്ക്കണം. അതൊക്കെ തെറ്റല്ലേ? ഒറ്റ കാര്യം സപ്പോർട്ട് ചെയ്യുന്ന അതൊന്നും അവര് വലിയ ഇതായിട്ട് എടുക്കൂല. ആവശ്യ സമയത്തിന് ഉപകരിക്കുന്നതെന്ന് അതൊന്നും അവര് മനസ്സിലാക്കുന്നില്ലല്ലോ. അവരുടെ ഫൈന് കാര്യങ്ങളുടെ അവര് കറക്റ്റ് ആയിരിക്കണം. നമ്മളുടെ ഇഷ്ടങ്ങളും അതൊന്നും നമ്മൾ മനസ്സിനുള്ളിൽ ഒതുക്കി തന്നെ ജീവിക്കണം. ഇവിടത്തെ സമൂഹത്തിൽ നമ്മള് പുറത്ത് പ്രകടിപ്പിക്കാനോ ഒന്നിനും പറ്റുകയില്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ അൾട്ടർ ചെയ്യുന്നതിന് കുഴപ്പമില്ലെന്നാ
അത്യാവശ്യം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു നമ്മൾ ആഗ്രഹത്തിന് വാങ്ങിക്കുന്നതെല്ലാം ബുദ്ധിമുട്ടില്ലാതെയൊന്നും അൾട്രയിടുന്നതിനും ഒരു കുഴപ്പമില്ല. ഓടിച്ചിട്ട് MVD എല്ലാം ഓടിച്ചിട്ടാണ് ഒരുപാട് തെറ്റായ കാര്യമാണ്. ആദ്യം ആക്സിഡന്റ് നടക്കുന്ന റോഡ് നന്നാക്കുക, എന്നിട്ട് പെറ്റികളിലേക്ക് കടക്കുക. മനുഷ്യന്റെ ജീവന് പ്രയോറിറ്റി കൊടുക്കുക. എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിപ്പോ തൽക്കാലം ഹ്യൂമൻ ലൈഫ് സേവ് ചെയ്യുന്നതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള നിയമ സാധ്യതകളുണ്ട്. ഇപ്പോ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പരിഗണിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരും. ഇറിറ്റേഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മള് മനുഷ്യ ജീവിതങ്ങള് കുറച്ചുകൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ഇറക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിയമ സാധ്യതകളുണ്ട്, നിയമപരമായിട്ടുള്ള കുറെ വശങ്ങളുണ്ട്. അപ്പോ ഇനി നിയമങ്ങൾ ഇറക്കുമ്പോൾ ഇതെല്ലാം കൂടി പരിഗണിക്കാം. എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ട്, അതിന്റേതായിട്ടുള്ള ബാക്ക്ലാഷ്. നമുക്ക് ഏത് ഇപ്പം നമുക്ക് ഒരു പ്രൈസിന് വരുന്നത് നമ്മൾ തിന്ന പ്രൈസിന് കൊടുക്കാൻ പറ്റും, നിന്ന പ്രൈസിന് കൊടുക്കാം. അപ്പൊ ഒരു നിയമം മാറ്റാൻ താല്പര്യപ്പെടുന്നില്ല. പറയല്ലേ, ഈ 18 വയസ്സാകുമ്പോൾ തന്നെ വിവാഹം ചെയ്യുന്നത്, ഇപ്പൊ കുറച്ചുകൂടെ മെച്യൂർ ആയിട്ട് അല്ലെങ്കിൽ ഒരു 18 എന്ന് പറഞ്ഞാൽ 21 മാറിയാൽ, ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അതെ, കല്യാണമേ കഴിക്കണ്ട എന്നുള്ളതാണ്. ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല. സോ അതാണ് നിയമങ്ങളിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇല്ലേ, ഇപ്പൊ എല്ലാവർക്കും ഈക്വാലിറ്റി, ഓക്കെ, പെറ്റി അടിക്കുന്ന ഇങ്ങനത്തെ നിയമം. ഇപ്പൊ മോഡിഫിക്കേഷൻ ചെയ്യാൻ പാടില്ല അങ്ങനത്തെ ഒരു നിയമം വന്നിട്ടുണ്ട്. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഭവം ഒന്നുകിൽ അവര് സാധനം വിൽക്കാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വിൽക്കുന്ന സാധനങ്ങൾ വയ്ക്കാനുള്ള അധികാരം കൊടുക്കുക, അവകാശം കൊടുക്കുക. ഇതിപ്പം നമ്മളെ തകരപ്പറമ്പ് എവിടെ പോയി കഴിഞ്ഞാലും വണ്ടിയുടെ പാർട്സ് കിട്ടും. എനിക്ക് വണ്ടിയുണ്ട്, പാർട്സ് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വണ്ടി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറ്റി അടിക്കും. എന്ത് നിയമമാണ് അതന്നെ? ഒന്നുകിൽ അത് ഇന്ത്യയിൽ ബാൻ ചെയ്യുക, അല്ലെങ്കിൽ കേരളത്തിൽ ബാൻ ചെയ്യുക, സാധനം വിൽക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം കൊണ്ടുവരിക. അപ്പൊ പിന്നെ വിറ്റാലേ നമ്മൾ മേടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഒരു സാധനം കടയിൽ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു, അത് നമ്മളെ വണ്ടിയിൽ വാങ്ങിച്ച് വയ്ക്കാൻ തോന്നി. ഇപ്പൊ ഷർട്ട് ആണെങ്കിലും പാന്റ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് മേടിച്ച് നമ്മൾ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അല്ലേ, അടുത്ത നിയമമാണ്. എന്ത് നിയമമാണ്? ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ അത് വിൽക്കാണ്ടിരുന്നാൽ നമ്മളത് വാങ്ങിക്കൂല. പുറത്തുനിന്ന് മേടിച്ചോണ്ടൊന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് കേസ് എടുക്കാൻ പ്രശ്നമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡിഫ് തന്നെ 14,000-5,000 ഉണക്കിയായിരിക്കും ഒരു വണ്ടിയിൽ ഡിഫ് വെക്കുന്നത്. അത് സൗണ്ട് ഉള്ള സാധനം നമ്മൾ ആ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് സ്വയം ഇഷ്ടമുള്ളതുകൊണ്ട് വെക്കുന്നതാണ്. അത് കൊണ്ട് വെളിയിറങ്ങുമ്പോഴത്തേക്ക് 5,000 വെറ്റി അടിച്ചു തരും. എന്ത് നിയമമാണ്? അപ്പൊ ആ ഒരു നിയമം മാറ്റുക. എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇക്വാളിറ്റി. നേരത്തെ പറഞ്ഞു വെച്ചേക്കണേ പറയാനുള്ളത് ഇക്വാളിറ്റി. അതായത് ഒരു സ്ത്രീ പോയിട്ട് എന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ ഒരു തെളിവും സാക്ഷിയൊന്നും ഇല്ലാതെ അയാളുടെ പേരിൽ കേസെടുക്കാൻ ലോ ഉണ്ട്. ഇതേപോലെ ഒരു പുരുഷൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാനുള്ള ലോ ഇല്ല. അപ്പോൾ ഇക്വാളിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹമായിട്ട് കൂടി ഇവിടെ ഇൻഇക്വാളിറ്റിയാണ് കാണിക്കുന്നത്. പുരുഷന്മാരുടെ കാര്യത്തിൽ ഇൻഇക്വാളിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ജെൻഡർ ഇക്വാളിറ്റി വേണമെങ്കിൽ രണ്ടുപേർക്കും അങ്ങനെയാണെങ്കിൽ തെളിവും സാക്ഷിയും സഹിതം പറഞ്ഞാൽ മാത്രമേ കോടതി ബാക്കിയുള്ള കാര്യത്തിലെല്ലാം കോടതി അങ്ങനെ തെളിവും സാക്ഷിയും ഉണ്ടെങ്കിൽ കേസ് എടുക്കുള്ളൂ. സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. എന്നാൽ പുരുഷന്മാരുടെ കാര്യം പറയുമ്പോൾ എക്സാമ്പിളിന് ഒരു 6 മാസം മുമ്പ് ഭർത്താവ് സ്ത്രീധന കേസിൽ ഭാര്യ കേസ് കൊടുത്തു, കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അത് അങ്ങനെയല്ല, ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിനുണ്ടായ അത് ചെയ്തോ ചെയ്തില്ല എന്നുള്ളതല്ല, അവർ തന്നെ അതില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ഒരു മീഡിയ സാധനം ബേക്കുന്ന പോയില്ല, അയാൾക്കുണ്ടായ അവനാനി എന്തോ അയാളുടെ കുടുംബത്തിനുണ്ടായ കാര്യമൊന്നും ആരും അന്വേഷിച്ചില്ല. അപ്പോൾ അതൊരു ഇൻഇക്വാളിറ്റി ആയിട്ടാണ് നിലനിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രം പ്രത്യേക സുരക്ഷ കൊടുക്കരുതെന്നല്ല, അതേ ആ ഒരു നിയമത്തിൽ തന്നെ പുരുഷൻ ഭരണം. അതായത് ഇത് ഒരുപാട് ഒരു ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഈ ഒരു ആ ഒരു ദുരുപയോഗം ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് ഒരു പ്രൊട്ടക്ഷൻ പുരുഷന്മാർക്കും കേസ് ജെന്യൂൻ ആണോ നോക്കിയിട്ട് മാത്രം ഈ ഇരകളുടെ ഫോട്ടോ പുറത്ത് കാണിക്കുന്നത് സ്ത്രീകളെ പോലെ പുരുഷന്മാർക്കും ബാധകമാണ്. ജെന്യൂൻ ആണെങ്കിൽ മാത്രം പുറത്ത് കാണിക്കുന്ന രീതിയിലേക്ക് മാറണം, പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു നിയമത്തിലെ അല്ലേ എല്ലാ അത്യാവശ്യം മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വേണം ഇല്ലീഗലായിട്ട്. അപ്പൊ മോഡിഫിക്കേഷൻ അല്ലേ, ആ ഒരു നിയമത്തിൽ മാറ്റം വരുത്തണം എന്നാണ് പറയുന്നത്. വരുത്താം. ഇയാൾക്ക് മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടി ഉണ്ടോ? ഇല്ല, എടുക്കണം താല്പര്യമുണ്ട്. അല്ലാതെ ഈ ഒരു മോഡിഫിക്കേഷനില് കുറച്ച് പെറ്റി ഇങ്ങനെയൊക്കെ വരുന്നല്ല, പേടിച്ചല്ല? പേടിയില്ല. വണ്ടി മോഡിഫിക്കേഷൻ അതിനെ പറ്റി പറഞ്ഞു. ഓക്കെ, എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്താണ്? അവരൊരു സ്വന്തം വണ്ടിയല്ലേ, അത് അവരവരെ ഇഷ്ടമല്ലേ മാറ്റുന്നത്. ഞങ്ങൾ റോഡിന് ടാക്സും കൊടുത്ത് എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ സാധനം പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചിട്ട് അത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിന് ഫൈൻ അടിക്കുന്നുണ്ട്. പിന്നെ ഈ സാധനത്തിന് ടാക്സ് അവർ വാങ്ങുന്നതാണ്. അതെ അതെ. എന്നിട്ട് ഞങ്ങൾ വണ്ടി വെച്ച പ്രശ്നമാണ്. അതെ, ആ നിയമത്തെ മാറ്റണം എന്നാണ് പറയുന്നത്. ഓക്കെ, മാറ്റം ആഗ്രഹിക്കുന്നു പറഞ്ഞ് ഗവൺമെന്റ് മാറ്റുന്നില്ല എന്നാണ്. എന്നാലും ഇയാൾക്ക് ഒരു നിയമം നമുക്ക് എടുത്ത് മാറ്റാൻ ഒരു അവകാശം തന്നാൽ ഏത് നിയമത്തെ മാറ്റും? ഞാൻ എക്സാം പിൻവലിക്കും. എന്താ? എക്സാം പിൻവലിക്കും. എക്സാം അത് വേണ്ട അല്ലേ? വല്ലാത്തൊരു പറ്റൂല.
എക്സാം ഇല്ലാതെ തന്നെ ജോബിലോട്ട് പ്രവേശിക്കണം, അതാണ് നല്ല കാര്യം. നടക്കാത്ത സ്വപ്നമാണ്. കാര്യം ഞങ്ങൾ കോളേജിൽ ശരി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറയണമെന്നും അവർ കേൾക്കത്തില്ല. എന്തെങ്കിലും ഒരു പ്രശ്നമാകട്ടെ, അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഇപ്പൊ അവര് ഞങ്ങളെ അവരൊന്ന് ജസ്റ്റ് നമ്മൾ അടുത്തോട്ട് പോകുമ്പോൾ അവരൊന്ന് നമ്മളൊന്ന് പിടിച്ചെന്ന് തൊട്ടെന്നാ പറഞ്ഞാൽ മതി, അവര് പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ, ഞങ്ങളൊന്നും പറഞ്ഞ കേൾക്കത്തില്ല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം മുൻഗണന അങ്ങനെയുണ്ട്. അങ്ങനെയാണ് മുൻഗണന കൊടുക്കേണ്ടെന്നല്ല, ഇത് ഇപ്പൊ സത്യം ഞങ്ങൾക്കാണ് ഇക്വാലിറ്റി ഇല്ലാത്തത് അല്ലേ? എല്ലാത്തിലും അവർക്ക് ഇക്വാലിറ്റി ഉണ്ട്, ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങളെ മേലെ ഇപ്പൊ അവർക്കുള്ള. അപ്പൊ അതുകൊണ്ട് ഒരു അല്ലേ ഈക്വാലിറ്റി വേണം അല്ലെ? തീർച്ചയായും ഈക്വൽ റെസ്പെക്ട് കൊടുക്കുക എന്നാണ് മറ്റു നിയമങ്ങൾ അല്ലെ? സ്ത്രീകൾക്ക് എങ്ങനത്തെ നിയമമാണോ അതേപോലെ തന്നെ പുരുഷന്മാർക്ക് സെയിം വേണം. എന്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം, ഇന്നുള്ള ആഹാര സമ്പ്രദായങ്ങളിൽ മില്ലറ്റ്സിനെ കൂടുതൽ ജനകീയമാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഇപ്പൊ കാണിക്കുന്ന ഇൻട്രസ്റ്റ് കുറെ കൂടെ വ്യാപകമാക്കിയാൽ വളരെ പ്രയോജനം ചെയ്യും. അതൊരു അഭിപ്രായം. നല്ലതാണ് അല്ലേ? അപ്പോ ഹെൽത്തിന്റെ കാര്യത്തിലായാലും ഹെൽത്ത് ആൻഡ് വെൽനസ്, അത് ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ അത് ഇട്ടുതരാം, നമ്പർ മേടിച്ചിട്ട് ഇട്ടുതരാം. പിന്നെ ഹെൽത്തിന്റെ കാര്യത്തിലായാലും വെൽനസിന്റെ കാര്യത്തിലായാലും ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ഹെൽത്തിന്റെ ഒരു വലിയ ഇഷ്യൂ ഒരുവിധം നമുക്ക് ഈ മില്ലറ്റ്സ് ഫുഡ് കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാൻ GSTയുടെ ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? GSTയുടെ ബുദ്ധിമുട്ട് വരുന്നില്ല. നമുക്ക് GST ഇപ്പൊ ഇതിൽ വരുന്നത് 5% ആണ്. പക്ഷെ ഇതിന്റെ പാക്കേജ്ഡ് ഫുഡ് വരുമ്പോൾ GST ഒന്ന് മാറുന്നുണ്ട്. യഥാർത്ഥത്തിൽ മില്ലറ്റ്സിന്റെ ബിസിനസ് വരുമ്പോൾ GST ഒന്ന് ഒഴിവാക്കി കൊടുക്കുന്നതായിരിക്കും കൂടുതൽ അങ്ങനത്തെ നിയമത്തെ മാറ്റാൻ അതൊരു നല്ല സംവിധാനം. ഈ റോഡ് ഇവിടത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് കണ്ടിട്ടുണ്ടാ, അവിടെ മാർസ് കണക്കാണ് അവിടെ ഇവിടെ, അതിനൊരു കുഴപ്പമില്ല. അമേരിക്കയിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പല സംഭവങ്ങളുണ്ട്. ബാംഗ്ലൂർ ലംബോർഗിനി, ഇവിടെയൊന്നും അത് ഓടൂല, ഇവിടത്തെ റോഡിൽ അത് പൊട്ടി വിളിഞ്ഞു. ഇവിടത്തെ റോഡിൽ ഇവിടെ എല്ലായിടവും ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. അത് 1000 രൂപയാണ് മേടിക്കുന്നത്, 1000-500 രൂപ ഹെൽമെറ്റ് വെക്കണം. അതെല്ലാം നല്ലതിനാണ്, നമ്മളെ നല്ലതിനാണ്. ഇപ്പം സർക്കാർ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ്. ഇപ്പൊ ഒറ്റ മനുഷ്യർ ഹെൽമെറ്റ് വെക്കാതെ പോകണില്ല, ബാക്കിയിരിക്കുന്ന ആൾ വരെ ഹെൽമെറ്റ് വെക്കുന്നുണ്ട്. അത് സർക്കാർ ചെയ്യണ നല്ല കാര്യമാണ്, കുറ്റപ്പെടുത്തണല്ല. അവർ ഇത്രയും ചെയ്യണമെങ്കിലും അവർ ചില കാര്യങ്ങൾ മിസ് ചെയ്യണുണ്ട്, അതെല്ലാം നോക്കണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. നല്ല കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ അമിതമാവാം. നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റ് കഴിഞ്ഞു പോയാൽ മധുരം പോലും ആപത്താണ്. ഒരു ഇന്ത്യ പൗരനാണ്. അപ്പോഴേ ഈ സമൂഹങ്ങള് എന്നെ എല്ലാം കൂടെ ഒരുമാതിരി പറഞ്ഞ് കുറ്റവും കുറവുള്ള പറഞ്ഞ് അങ്ങനെ ഒറ്റപ്പെടുത്തുകയാണ്. യവനെ ഇനി വേണ്ട എന്ന് ഇവ അങ്ങ് പോട്ടെ, പോട്ടെന്ന് പറയുമ്പോ പോവാൻ സമയമാകുമ്പോഴേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ മനസ്സയുടെ ഒരു ഒറ്റപ്പെടുത്തുക, അങ്ങനെ എല്ലാരും കൂടെ തകർക്കുകയാണ്. അങ്ങനെ ഒരു കണ്ടീഷനിലാണ്. ജീവിക്കണോ ഇനി ജീവിക്കണ്ടേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ എല്ലാവർക്കും ഒരു സമൂഹത്തിൽ ഒരേ ഒരു നിലപാട് വേണമെന്നാണ് ചേട്ടൻ പറയുന്നത്? അതെ, അങ്ങനെ വേണമെന്നാണ് പറയുന്നത്. ഒരു സമനിരപ്പായ ഒരു നിയമം ഉണ്ടാവണം. അതെ, അങ്ങനത്തെ ആരെ ഒറ്റപ്പെടുത്താൻ പാടില്ല. എല്ലാരും മനുഷ്യരെല്ലാം ഒരു സ്നേഹിച്ച് പോണമല്ലോ. അതെ, മനുഷ്യരെന്ന് അല്പകാലത്ത് തന്നെ ജീവിക്കണതല്ലേ. അതെ അതെ, എല്ലാരും അവരവരുടെ ശരീരം അങ്ങനെ വാടാക്കി എടുത്തിരിക്കുന്നതാണ്. നമ്മളൊക്കെ അല്പകാലത്ത് തന്നെ ജീവിക്കുന്നതാണ്. അതെ അതെ. അപ്പോഴേ ഒരു സ്നേഹത്തോടെ മുന്നോട്ട് പോവേണ്ടത്. ഇപ്പൊ കൂടെ ആരും ഉണ്ടാകില്ല എന്നൊരു അവസ്ഥയിലാണോ? അതെ അതെ, അങ്ങനത്തെ അവസ്ഥയിലാണ്. ഇപ്പൊ ഒന്നിനും ഒരാവശ്യത്തിന് ആൾക്കാരെ സഹകരിക്കുന്നില്ല. അങ്ങനെ അത് ആരും സഹകരിക്കും, ആരും ചിലവരൊക്കെ ഒരു എന്തോ ഒരു പോലെ. അത് തന്നെ. അപ്പോ എന്താ പറയാ, എല്ലാത്തിലും അല്ലേ പണമുണ്ട് പണമില്ലായ്മ എന്നൊരു വ്യവസ്ഥയിൽ പൈസ ഇല്ലാതെ കാണുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് എല്ലാത്തിലും ഒരു മാറ്റം, ഒരു നിയമത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടാവും. പലരും പല രീതിയിൽ പറഞ്ഞാണ് ഇങ്ങനെ തടയണത്. അതാണ്, ഓരോരുത്തരും പല അഭിപ്രായങ്ങള്. അതെ അതെ. അപ്പൊ അഭിപ്രായങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണം. അപ്പൊ ആ നിയമം മാറ്റി കിട്ടണം. അതെ, മാറ്റി കിട്ടണം. അതെ, മോഡിഫിക്കേഷൻ നിയമപരമാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. തെറ്റായ കാര്യം ഈ ഫൈനൊക്കെ അല്ലേ? ഫൈന് തെറ്റായ കാര്യം തന്നെയാണ്. വാഹനം കൊണ്ടുപോകുന്നതില് കുറ്റകരമല്ല, അത് അവർക്ക് നിയമപരമാക്കി കൊടുക്കണം. അത് ഉണ്ടായത് കൊണ്ടാണ് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, മുമ്പ് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് നമ്മൾ കണ്ടതാണ്, നമ്മള് ഡെയിലി കാണുന്നതല്ലേ. സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്, ഇത് നിയമപരമാക്കി കൊടുക്കുക. അവര് ഗവൺമെന്റ് ടാക്സ് മേടിച്ച് ഇറക്കുന്ന സാധനം തന്നെയാണ് വണ്ടിയിലോട്ട് മേടിച്ച് വെക്കുന്നത്. വണ്ടിയിൽ മേടിച്ച് വെക്കുമ്പോൾ ഫൈൻ അടിച്ചു കൊടുക്കുന്നത് അത് ശരിയായ നടപടിയല്ല എന്നാണ് സർക്കാരിനോട് പറയുന്നത്. ഒരുപാട് ആശിച്ച് മോഹിച്ച് മേടിക്കുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പൊ അതിനകത്ത് ഓരോരുത്തർക്ക് ഓരോ ക്രൈസ് ആയിരിക്കും. മാറ്റാൻ വേണ്ടി തീരുമാനിക്കത്തില്ല. ഞങ്ങൾ അതിന്റേതായ അത്യാവശ്യമുണ്ട്. സ്ത്രീകൾ ഇക്വാലിറ്റിനെ കുറിച്ച് ചോദിച്ചില്ലേ, ഇക്വാലിറ്റി ഇപ്പൊ നമ്മള് സ്ത്രീകൾക്ക് കുറച്ച് സംവരണം കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ
അതിന് കുറെ കാലം മുമ്പേ നോക്കുകയാണെങ്കിൽ ഇവര് കുറെ ഇവരുടെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഇവർക്ക് കിട്ടിയിട്ടില്ല. അതെ അതെ അതുകൊണ്ടാണ് സംവരണം എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ ഔദാര്യം കൊടുക്കുന്നതല്ല. അതെ അതെ കാരണം ഒരാളുടെ റിസർവേഷൻ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് അടിച്ചമർത്തപ്പെടുത്തി വെച്ചിരുന്നത് കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് അവർക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിൽ നേടിയതാണ് അല്ലേ? അത് അവർക്ക് അവരുടെ അവകാശമാണോ, അവർക്ക് കിട്ടേണ്ടതാണ്. അത്രേ ഉള്ളൂ. മാത്രമല്ല നമ്മളിപ്പോ ഹ്യൂമൻ ആണ്. ഇപ്പൊ ഹ്യൂമന്റെ ലോസ് നമ്മളൊരു നിയമം സൃഷ്ടിച്ചാലും അതെല്ലാം ഈക്വൽ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും, അതിൻ്റെതായ പോരായ്മകളാണ്. നമ്മൾ തെറ്റിനെ മാത്രം നോക്കിക്കാണുന്നത് കൊണ്ടാണ്. പക്ഷേ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നിയമം അത്യാവശ്യമാണ്. അതിൽ മോഡിഫിക്കേഷൻസ് ചെയ്യുക എന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ മോഡിഫിക്കേഷനിൽ തന്നെ ഈ വാഹനത്തിന്റെ ഇതിലൊക്കെ ഒരുപാട് ഇത് വരുന്നുണ്ടല്ലോ. ആ നിയമങ്ങളൊക്കെ ശരിയായ കാര്യമാണോ? വാഹനത്തിന്റെ ഇത് ശരിയായ കാര്യമാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ വണ്ടി മോഡിഫിക്കേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടിയുടെ കളറ് കണ്ണിൽ കണ്ടുകൊണ്ടാണ് നമുക്ക് ആക്സിഡന്റ് വരുന്നതെങ്കിൽ നമ്മളൊരു കാര്യം ആലോചിക്കുക, ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കാരണം നമുക്ക് ഒരുപാട് ആക്സിഡന്റ് വരാൻ സാധ്യതയില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഡ്രിങ്കിനെ എടുത്ത് മാറ്റുന്നില്ല. പക്ഷെ വണ്ടി മോഡിഫിക്കേഷന്റെ കളർ വരുമ്പോ ആ കളറിനെയും മറ്റൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. പക്ഷെ ഈ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിലൂടെ ഒരാൾക്ക് എന്ത് പറ്റുന്നുണ്ട്, ആക്സിഡന്റ് സംഭവിക്കാം, അത് ജീവൻ പോകാന്നുള്ള കാര്യമല്ലേ. അപ്പൊ ആ ഒരു സാധനം ജീവന് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് മാറ്റാൻ വേണ്ടിട്ട് അവർക്ക് ടൈം ഇല്ല. പക്ഷെ അത് വേണമെങ്കിൽ മോഡിഫിക്കേഷൻ പറയാന്നുള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് നൽകപ്പെട്ട നിയമങ്ങൾ ഒന്നും മാറ്റം വരുത്തണ്ട എന്നും ഇനി പുതിയ നിയമങ്ങൾ വേണമെന്നുമാണ് യൂത്തിന്റെ അഭിപ്രായം. ഇനി അടുത്ത നല്ലൊരു ക്വസ്റ്റ്യനുമായി അടുത്ത് നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.